ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി ഒരു വേറെ ലെവൽ ക്രൈം മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 2023 പുറത്തിറങ്ങിയ ഹൂസ് ദ സസ്പെക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൊറിയൻ ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മൂവിയെ പറ്റിയിട്ട് ഞാൻ അധികമായിട്ട് ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആസ്വാദനത്തെ എന്തായാലും ബാധിക്കും. അതുകൊണ്ട് ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എന്തായാലും ഈ ഒരു മൂവി കണ്ടു തീരുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു കോടതിയിൽ ഏതോ ഒരു കേസിനെ പറ്റിയുള്ള ട്രയൽ ഇങ്ങനെ നടക്കുകയാണ്. അതിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു വക്കീലും അതേപോലെ തന്നെ കുറ്റം ചുമത്തപ്പെട്ട ആളുടെ ഭാഗത്ത് നിന്ന് ഒരു ലേഡി വക്കീലുമാണ് വാദിക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ലേഡി വക്കീലാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അതുപോലെ ഇപ്പൊ നടന്ന ആ ഒരു കേസിൽ ജയിച്ചത് നമ്മുടെ ഹീറോയിനാണ്. അങ്ങനെ കേസ് അവസാനിച്ച് എല്ലാവരും പോകുമ്പോഴത്തേക്കും എതിർഭാഗ വക്കീൽ വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയും, കിട്ടുന്ന എല്ലാ കേസുകളിലും ജയിക്കുന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഇപ്പോഴും അങ്ങനെ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെങ്കിലും ഒരു ദിവസം കുറ്റം ചെയ്ത ആൾക്കെതിരെ വാദിച്ച് അയാളെ പുറത്തിറക്കണം. അപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കുറ്റബോധം ഉണ്ടല്ലോ, അതിനുശേഷമായിരിക്കും നിനക്ക് ഈ ഒരു പ്രൊഫഷനെ പറ്റി തന്നെ അറിയാൻ കഴിയുന്നത് എന്ന് അയാൾ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ഹീറോയിൻ പറയും, ഓക്കെ ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നെങ്കിലും ഒരു ദിവസം അതേപോലെ ഒരു കേസ് ഞാൻ എടുത്ത് വാദിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിൽ അന്ന് ഞാൻ ഈ ഒരു പണി നിർത്തിപ്പോകും എന്നുള്ള രീതിയിൽ അയാളുടെ മുന്നിൽ നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെ ആ ഒരു കാര്യം ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ആ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ ലെവൽ എന്തായിരിക്കും? ഹീറോയിൻ ഒരു വക്കീലായതിനു ശേഷം ഏകദേശം ഒരു 30 കേസോളം വാദിച്ചിട്ടുണ്ട്. ആ ഒരു 30 കേസും ഒന്നും വിടാതെ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നാട്ടിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വക്കീലാണ്. ഇത്രയും കോൺഫിഡൻസ് ആയിട്ടുള്ള നമ്മുടെ ഹീറോയിന്റെ മുന്നിൽ പോയിട്ട് വെല്ലുവിളിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിയിലെ ഹീറോയെ കാണിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റിലെ ഒരു പോലീസ് ഓഫീസറാണ് അവൻ. അതുപോലെ അത് ഇപ്പൊ കാണിക്കുമ്പോൾ ഒരു തെരുവിലൂടെ മദ്യം കഴിച്ചിട്ട് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഏതോ ഒരുത്തൻ ഒരു സ്ത്രീയുടെ പേഴ്സും അടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം. ഇത് കാണുന്നതും അവനെ എന്തായാലും വെറുതെ വിടോ, ഇന്ന് ഹീറോയിസം കാണിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് അവന്റെ പുറകെ പോയി അവനെ പിടിച്ച് അവനെ ആ നാട് റോഡിലിട്ട് നല്ല രീതിയിൽ അടിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയെ അവന്റെ ചീഫ് വിളിച്ചിട്ട് നല്ല രീതിയിൽ വഴക്ക് പറയണം. എന്താണെന്ന് വെച്ചാൽ ഇവൻ എപ്പോഴും ഇങ്ങനെയാണ് കുറ്റവാളികളെ പിടിക്കാൻ പോയിട്ട് വെറുതെ അവരെ അടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയുടെ മേലിൽ ഒരുപാട് കംപ്ലൈന്റുകളുണ്ട്. ഇപ്പോൾ ഒരുത്തൻ അടിച്ചല്ലോ, അവൻ തന്നെ ഇവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ചീഫ് പറയും, നിന്നെ ഈ ഒരു രീതിയിൽ ഒരുപാട് നാള് ഡ്യൂട്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല, അതുകൊണ്ട് കുറച്ച് നാള് സസ്പെൻഡ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അവിടെ നിന്നും പറഞ്ഞു വിടും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നേരെ ഹീറോയിനെ കാണാനായിട്ട് വരാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ്. ഏകദേശം 20 വർഷത്തിന് മേലെയായിട്ട് ഇവരുടെ ഈ ഒരു സൗഹൃദം നല്ലതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മുടെ ഹീറോ ഇവിടേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തല്ലോ, അതുകൊണ്ട് തിരിച്ച് വീണ്ടും ആ ഒരു ജോലി അവന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് അവനെ സഹായിക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഹീറോയിന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഹീറോയിൻ പറയും, ഇന്നലെ നിന്റെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്, ഇന്ന് തന്നെ എങ്ങനെ തിരിച്ചു കയറ്റാൻ കഴിയും? എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ. അതുമല്ല എന്റെ മകൾക്കാണെങ്കിൽ സ്കൂളിൽ നിന്നൊരു പ്രോഗ്രാം കൂടിയിട്ട് അതിനും എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ നേരെ അവളുടെ മകളുടെ സ്കൂളിലേക്ക് ഇങ്ങനെ പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് എന്താണെന്ന് വെച്ചാൽ അമ്മയും മകളും ചേർന്നിട്ട് ഒരു റിലേ റേസ് ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരു കമ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് പിടിച്ചിട്ട് ഇങ്ങനെ ഓടണം. അപ്പൊ ആദ്യം നമ്മുടെ ഹീറോയിന്റെ മകള് ആ ഒരു കമ്പും പിടിച്ചിട്ട് നല്ല സ്പീഡിന് ഓടുന്ന വഴിക്ക് തട്ടി മറിഞ്ഞ് താഴേക്ക് വീഴുന്നു. എന്നിരുന്നാലും എഴുന്നേറ്റിട്ട് അയാൾ അങ്ങനെ ഓടി ഓടി തന്റെ അമ്മയുടെ കയ്യിലേക്ക് ആ ഒരു കമ്പ് കൊടുക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു കമ്പ് വാങ്ങി ജയിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പീഡിന് ഓടുകയാണ്, വേറെ ഒന്നും നോക്കുന്നില്ല. എങ്ങനെയായാലും തന്റെ മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ഗെയിമിൽ ജയിച്ചേ പറ്റൂ. അങ്ങനെ അവസാനം ഓടി വന്നിട്ട് ജയിക്കുന്നതും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് തന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന തന്റെ മകളെ അവിടെ കാണാനില്ല. ഒരുപാട് നേരമായിട്ട് അവിടെ എല്ലാം നോക്കിയിട്ടും തന്റെ മകളെ അവിടെ എവിടെയും കാണാനില്ല. അപ്പോഴേക്കും പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടി ആ ഒരു ലൊക്കേഷൻ ഫോളോ ചെയ്ത് അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ചെടിയുടെ അഴിയിലായിട്ട് ആ ഒരു വാച്ച് ഇങ്ങനെ കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഹീറോയിന്റെ മകളെ ഇവിടെ നിന്ന് ആരും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റോറിയെ സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ ഒരു കിഡ്നാപ്പർ എന്തായാലും പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ ആവശ്യപ്പെടുന്ന എന്തെങ്കിലും വേണ്ടിയിട്ട് എന്തായാലും ഇവരെ വിളിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിന്റെ വീട്ടിൽ പോലീസും എല്ലാവരും വന്നിട്ട് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. കാരണം വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് പിടിക്കാന്നുള്ള രീതിയിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ഹീറോയിന്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്താണ് ഒരുപാട് നേരമായിട്ടും ആ ഒരു കിഡ്നാപ്പർ നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നില്ല. അതുമല്ല ഈ പോലീസുകാർക്കാണെങ്കിൽ വേറെ കേസും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവരുടെ വീട്ടിൽ തന്നെ ഇരിക്കാനും കഴിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും അധികം നേരം ഇവിടെ ഇരിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അവൻ വിളിക്കുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ച് അറിയിക്കുക, അപ്പോഴേക്കും ഞങ്ങൾ ഇവിടേക്ക് വരാം.
അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നതും കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ ഡോറിൽ ആരോ തട്ടുന്നൊരു ശബ്ദം. ഓടി വന്നിട്ട് ഡോർ തുറന്ന് നോക്കുമ്പോൾ മുന്നിലെ ഒരു പെട്ടി ഇരിപ്പുണ്ട്. അതെടുത്ത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഹീറോയിന്റെ മകളുടെ ഫോട്ടോയും അതേപോലെ തന്നെ ആ തട്ടിക്കൊണ്ടുപോയ അവനുണ്ടല്ലോ അവൻ വെച്ചിരിക്കുന്ന ഒരു ഫോണും ഉണ്ട്. അതേസമയം നോക്കുമ്പോൾ ഹെൽമെറ്റ് ഇട്ട് ഒരുത്തൻ വെളിയിലേക്ക് ഇങ്ങനെ ഓടി പോകുന്നു. അപ്പൊ അവൻ തന്നെയാണ് ആ ഒരു കിഡ്നാപ്പർ എന്ന് മനസ്സിലാക്കി അവന്റെ പുറകെ ഓടി ചെല്ലുന്നുണ്ടെങ്കിലും അവനെ പിടിക്കാനായിട്ട് ഹീറോയിനെ കൊണ്ട് കഴിയത്തില്ല. കാരണം നമ്മുടെ ഹീറോയിൻ എത്തുന്നതിന് മുന്നേ തന്നെ അവൻ ലിഫ്റ്റിൽ കയറിയിട്ട് പോവുകയും ചെയ്യുന്നു. ഹെൽമെറ്റ് ഇട്ടത് കൊണ്ട് മുഖവും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ റൂമിലേക്ക് തിരിച്ചു വന്ന് ഫോൺ എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ തന്നെ ആ ഒരു കിഡ്നാപ്പർ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇതേപോലെ നമ്മുടെ ഹീറോയിനോട് പറയും, ഇതേപോലെ നിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് ഞാനാണ്. ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം മാത്രം നീ ചെയ്ത് കഴിഞ്ഞാലേ നിന്റെ മകളെ ജീവനോടെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, കുറച്ച് നാളുകൾക്ക് മുന്നേ ഡാനിയൽ എന്ന് പറഞ്ഞൊരു പയ്യൻ സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കൊന്നെന്ന് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് കോടതിയിൽ വെച്ച് വാദിച്ച് ആദ്യത്തെ ട്രയലിൽ തന്നെ അവന് മരണശിക്ഷയും വിധിച്ചു. നിനക്ക് അവനെ അറിയത്തില്ലേ? ഇപ്പൊ അവന്റെ രണ്ടാമത്തെ ട്രയല് ഇനിയുള്ള 5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്നുകൂടി നടക്കാൻ പോവാണ്. അപ്പൊ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവന് വേണ്ടി വാദിച്ച് അവൻ ആ ഒരു തെറ്റ് ചെയ്തില്ല എന്ന് തെളിയിച്ച് അവനെ നീ വെളിയിലേക്ക് കൊണ്ടുവരണം. ഇതാണ് നീ ചെയ്യേണ്ട ആ ഒരു കാര്യം. ഇത് ചെയ്തു കഴിഞ്ഞിട്ട് നിന്റെ മകളെ സുരക്ഷിതമായിട്ട് തന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഒരുപക്ഷെ ഇതിനിടയ്ക്ക് നീ പോലീസിൽ വിവരം അറിയിച്ചാലോ അല്ല ഇത് ചെയ്യാനായിട്ട് താമസിച്ചാലോ നിന്റെ മകളെ ഒരിക്കലും ജീവനോടെ നിന്റെ കയ്യിൽ കിട്ടത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നതും ഹീറോയിൻ ഇപ്പോ വേറെ വഴിയില്ല, അവന്റെ കേസ് എടുത്ത് വാദിച്ചേ പറ്റൂ. അങ്ങനെ ഡാനിയൽ ചെയ്ത ആ ഒരു കേസ് എന്താണെന്ന് ഇപ്പൊ കാണിക്കപ്പെടുത്തേക്കാണ്. സാറ എന്ന് പറഞ്ഞൊരു പെണ്ണിനെ അവളുടെ വീടിനകത്ത് വെച്ച് കൊന്നിട്ട് അവളുടെ ശരീരം അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി അവിടെ കുഴിച്ചിടായിരുന്നു ചെയ്തിരുന്നത്. അതുമല്ല മരിച്ചുപോയ സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് മരിക്കുന്നതിന് മുന്നേ തന്നെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ജോലിയെല്ലാം ചെയ്തിരുന്നതും അതുമല്ലാതെ അവള് ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നും ഇന്റർനെറ്റിലെല്ലാം ഇങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട്. അതുമല്ല സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കൊന്നത് രാത്രി സമയത്താണ്. ആ ഒരു സമയത്ത് അവളുടെ വീട്ടിലേക്ക് ഡാനിയൽ എന്ന് പറഞ്ഞൊരു പയ്യൻ കയറിപ്പോയതായിട്ട് അയൽ വീട്ടിലെ സാക്ഷികളുണ്ട്. അതുമല്ലാതെ കൊല നടന്ന ആ ഒരു വീടിനുള്ളിലെ ഡാനിയലിന്റെ ഫുട് പ്രിന്റ് പിന്നെ വിരലടയാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡാനിയലിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിട്ട് അവനാണ് കൊല ചെയ്തതെന്ന് കൺഫേം ചെയ്ത് അവന് മരണശിക്ഷയും വിധിച്ചു. അങ്ങനെ ഈ ഒരു കേസ് ഫയലെല്ലാം മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിൻ ഡാനിയലിനെ കാണാനായിട്ട് നേരെ ജയിലിലേക്ക് ഇങ്ങനെ ചെല്ലാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവനെ കണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് അവനെ കാണുമ്പോൾ തന്നെ പഞ്ചപാവായിട്ടുള്ള ഒരുത്തൻ അങ്ങനെ നമ്മുടെ ഹീറോയിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നതും ഹീറോയിൻ പറയും, കോർട്ടിലെ അടുത്ത ട്രയലിലെ നിനക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത് ഞാനാണ്. ഇതിനു മുന്നേ ഉള്ള നിന്റെ വക്കീലിനോട് നീ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എന്നോട് എന്താണ് പറയാനുള്ളത് അത് സത്യമായിട്ട് തന്നെ എന്നോട് പറയണം. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ രക്ഷിക്കും എന്ന് നമ്മുടെ ഹീറോയിൻ അങ്ങനെ പറയുന്നതും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് തന്നെയാണ് അവൻ ആരംഭിക്കുന്നത്. എന്നിട്ട് അവൻ പറഞ്ഞു തുടങ്ങും, ഞാനൊരു പെറ്റ് ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് സാറ അവളുടെ നായനെ കൊണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആ ഒരു ക്ലിനിക്കിലേക്ക് വരാറുണ്ട്. അതുമല്ല അവൾ ആ ഒരു ക്ലിനിക്കിലേക്ക് നായനെ കൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് ചെന്നിട്ട് ഞാനും നായനെ എടുത്ത് ക്ലിനിക്കിലേക്ക് പോവാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ആ ഒരു നായനെ എടുക്കാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് ഞാൻ വീടിന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഡോറ് തുറന്നു കിടക്കായിരുന്നു. അങ്ങനെ എന്താണെന്ന് അറിയാതെ നമ്മുടെ ഡാനിയൽ അവിടെ നിൽക്കുമ്പോൾ ഇവൻ വീടിന് മുന്നിൽ നിൽക്കുന്നത് അടുത്ത വീട്ടിലെ ഒരുത്തൻ കണ്ടിരുന്നു. പക്ഷെ അത് നമ്മുടെ ഡാനിയൽ കണ്ടില്ല. അതുപോലെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഇവൻ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സാറയുടെ ശരീരമാണ് അവൻ കണ്ടത്. അതുമല്ല അവൾക്ക് ജീവനുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡാനിയൽ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ ഇങ്ങനെ തൊട്ടെല്ലാം നോക്കുന്ന സമയത്ത് വീടിനകത്തെ മുറിയിൽ നിന്ന് ആരോ ഒരാൾ വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നത് ഇവൻ കണ്ടിരുന്നു. അതും കൂടി കണ്ടതും ഇവന്റെ നിയന്ത്രണം വിട്ടുപോയി പാവം പേടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് രക്ഷപ്പെട്ട് ഓടാന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു രക്തത്തിൽ ചവിട്ടി തെന്നി അടിച്ച് താഴെയെല്ലാം വീണ് ഉരുണ്ട് മറിഞ്ഞ് ഒരു വിധത്തില് കഥകും വലിച്ചു പറഞ്ഞ് ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെയാണ് അവന്റെ ഫിംഗർ പ്രിന്റും ഫുട് പ്രിന്റ് എല്ലാം ആ ഒരു ക്രൈം സീനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരിക്കലും ഞാനല്ല സാറെ കൊന്നത് എന്ന് നമ്മുടെ ഡാനിയൽ അങ്ങനെ കരഞ്ഞുകൊണ്ട് ഹീറോയിനോട് പറയുന്നതും ഹീറോയിൻ പെട്ടെന്ന് പറയും, ഇതെന്താണ് പുതിയൊരു കഥ, വീടിനകത്ത് മൂന്നാമതൊരാളുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതെങ്ങനെ വിശ്വസിക്കും എന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുമ്പോഴത്തേക്കും ടൈം അവസാനിച്ചു എന്നും പറഞ്ഞിട്ട് പോലീസ് അവനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. പക്ഷെ ഇവൻ സത്യമാണോ കള്ളാണോ പറയുന്നതെന്നും ഹീറോയിൻ ഇപ്പൊ അറിയേണ്ട ആവശ്യമില്ല. എങ്ങനെയെങ്കിലും തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവനെ പുറത്തിറക്കിയേ പറ്റൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെയും ഈ ഒരു കേസിലേക്ക് വിളിക്കാണ്. തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള കാര്യം ഒരിക്കലും അവനോട് പറയത്തില്ല. അവൾ ഈ ഒരു കേസിൽ സഹായിക്കാൻ വേണ്ടി മാത്രമേ അവനോട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും നേരെ സാറയുടെ ശരീരം കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവളെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഒരു ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഏകദേശം 20 തവണ ഏതോ ഒരു ആയുധം വെച്ചിട്ട് അവളുടെ ശരീരത്ത് കുത്തിയിട്ടുണ്ട്. പക്ഷെ അത് എന്ത് ആയുധമാണെന്ന് ഇതുവരെയും കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഈ ഒരു പെണ്ണ് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഒരിക്കലും ആ ഒരു പെണ്ണ് ഡ്രഗ് അഡിക്റ്റ് അല്ലായിരുന്നു. അവൾ മരിക്കുന്നതിന് തൊട്ടു മുന്നെയാണ് അവൾ ഡ്രഗ് കഴിച്ചിട്ടുള്ളത്. അതിന് മുന്നേ അവൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ളതിന് ഇപ്പൊ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിൽ ഒരുപാട് നാള് ഈ ഡ്രഗ് യൂസ് ചെയ്ത് അവളുടെ ശരീരത്തിൽ അത് പിടിച്ച് അതറിയാൻ കഴിയുമല്ലോ. പക്ഷെ അങ്ങനെ യൂസ് ചെയ്തായിട്ട് ഒരിക്കലും അറിയാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാനും കഴിയത്തില്ല. അതുമല്ല സാറയുടെ ശരീരത്തിൽ നിന്നും മറ്റൊരു എവിഡൻസ് കിട്ടാതിരിക്കാൻ വേണ്ടി ആ ഒരു കില്ലർ അവളുടെ ശരീരം ആൽക്കഹോൾ വെച്ച് നല്ല ഇതിൽ കഴുകിയാണ് അവളുടെ ശരീരം കുഴിച്ചു മൂടിയത്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ആലോചിക്കുന്നത്, ഒരുപക്ഷെ ഡാനിയിലാണ് ഇവിടെ കൊന്നതെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി അവളുടെ ശരീരം ആൽക്കഹോളിൽ കഴുകിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു വീട്ടിലെ ഫുട് പ്രിന്റും ഫിംഗർ പ്രിന്റും എല്ലാം അവൻ നശിപ്പിച്ചില്ല? ആ ഒരു രീതിയിലുള്ള ഒരു മണ്ടനായിരിക്കത്തില്ല ഒരിക്കലും ഡാനിയൽ.
അങ്ങനെയാണെങ്കിൽ അവനായിരിക്കില്ല സാറയെ കൊന്നതെന്ന് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതുമല്ലാതെ ഇനി അവസാനമായിട്ട് കണ്ടുപിടിക്കേണ്ടത് സാറയെ കൊല്ലാനായിട്ട് ഉപയോഗിച്ച ആ ഒരു ആയുധം എന്താണെന്നാണ്. പക്ഷെ അത് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഡോക്ടറിനോട്, അല്ല ഏത് തരത്തിലുള്ള ആയുധമായിരിക്കും അതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, കറക്റ്റായിട്ട് അറിയത്തില്ല, ഏകദേശത്തെ ഈ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആയുധമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കത്തി പോലെ എന്തോ ഒന്നിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ആ ഒരു ആയുധം എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഈ തരത്തിലുള്ള ഒരു ആയുധമായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കത്തി പോലെ എന്തെടുത്ത് കൊടുത്തിരുന്നല്ലോ, അത് നമ്മുടെ ഹീറോ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ കാറിനകത്തേക്ക് കയറി അതെടുത്ത് കാറിന്റെ ഡാഷ് ബോർഡിലേക്ക് വെക്കുന്നു. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഡാനിയൽ ഏത് പെറ്റ് ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് അവിടേക്ക് ചെന്നിട്ട് ഡാനിയലിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അതിന്റെ ഓണർ പറയും, ഇവിടെയുള്ള മൃഗങ്ങൾക്ക് പോലും ഒരു ചെറിയ രീതിയിലുള്ള ഉപദ്രവം പോലും അവൻ ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഒരുത്തൻ എങ്ങനെ ഒരു പെണ്ണിനെ കൊന്നത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഒരിക്കലും അവനായിരിക്കില്ല അത് ചെയ്തതെന്ന് ആ ഒരു ഓണർ ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും നേരെ സാറയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അതിനകത്ത് എങ്ങനെയെങ്കിലും വലിഞ്ഞഴിച്ച് കയറി അവിടെ നിന്ന് അവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ്, അതുമല്ല ഇവർക്ക് രണ്ടുപേർക്കും അറിയാലോ എങ്ങനെയാണ് ആ കൊലപാതകം നടക്കുന്നതിന് മുന്നേയുള്ള ഫൈറ്റ് എല്ലാം നടന്നത്. ഈ സോഫയുടെ മുകളിലൂടെ രണ്ടുപേരും ഉരുണ്ട് മറിഞ്ഞ് ഇത് ഇവിടേക്ക് വരുന്ന സമയത്താണ് കില്ലറിന്റെ കയ്യിൽ ആ ഒരു കത്തി കിട്ടിയിട്ട് ആ കത്തി ഉപയോഗിച്ച് നമ്മുടെ സാറയെ ഒരുപാട് തവണ ഇങ്ങനെ കുത്തിയിട്ടുള്ളത്. അങ്ങനെയായിരിക്കണം നമ്മുടെ സാറ ഇവിടെ വീണ് മരിച്ചത് എന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുന്നതും ഹീറോയിൻ അവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ മുന്നിൽ ഒരു കാര്യം ഇങ്ങനെ കാണുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇതുവരെയും ഈ പോലീസ് റെക്കോർഡിൽ പോലും കിട്ടാത്ത പാതി നശിച്ച ഒരു ഫുട് പ്രിന്റ് ആണ് അവർക്ക് കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഫുട് പ്രിന്റ് ആയിരുന്നു, അത് മനഃപൂർവ്വം പാതിയിൽ നശിപ്പിച്ചതാണ്. അത് വെച്ച് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഇതെന്തായാലും ഡാനിയലിന്റെ ഫുട് പ്രിന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഡാനിയൽ പറഞ്ഞതുപോലെ തന്നെ വീടിനകത്ത് മൂന്നാമതൊരാളുണ്ടായിരുന്നു. ആ ഒരാളായിരിക്കണം ഒരുപക്ഷെ വീടിനകത്തുള്ള എല്ലാ അടയാളങ്ങളും നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചതും എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത്രയും കാര്യം കേട്ട് നമ്മുടെ ഹീറോ ഒരിക്കലും ഈ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഹീറോ വിശ്വസിക്കുന്നത് ഡാനിയൽ തന്നെയാണ് യഥാർത്ഥ കൊലയാളി. ഹീറോയിനാണ് ആവശ്യമില്ലാതെ ഈ ഒരു കേസ് വീണ്ടും എടുത്തിട്ട് സമയം പാഴാക്കാൻ വേണ്ടി ഇതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പൊ ഇതെന്തായാലും നമ്മുടെ ഹീറോയിന് മനസ്സിലായതുകൊണ്ട് അവൾ അധികം അവനോടൊന്നും പറയാതെ വീട്ടിൽ വേറെ ഏതെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് അന്വേഷിച്ച് റൂമെല്ലാം ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാറയുടെ വീട്ടില് ഒരുപാട് ഗിഫ്റ്റുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ വളരെ വില കൂടിയ ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്, അതൊന്നും അവൾ ഓപ്പൺ ചെയ്തു പോലും നോക്കിയിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് വീട്ടിലുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാറയുടെ ഫ്യൂണറൽ നടക്കുകയാണ്. അവിടെയാണെങ്കിൽ സാറയുടെ അമ്മയുണ്ട്, അതുമല്ലാതെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിൽ ഒരുത്തൻ മാത്രം വളരെ വിഷമിച്ചിട്ട് മറ്റൊരിടത്തേക്ക് നടന്നു പോകുന്നത് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ നോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒന്നും കിട്ടാതിരിക്കില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ അടുത്തായിട്ട് നേരെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അനിയ സാറയെ പറ്റി നിനക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞാൽ അത് അത്രയും ഉപകാരമായിരിക്കും എന്നിങ്ങനെ ഇവര് ചോദിക്കുന്നത്. ഇവൻ പറയുന്നത് വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയിന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെ കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ മരിച്ചുപോയ സാറയും ഈ ഒരു പയ്യനും അത്രയും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അതുമല്ലാതെ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം പറയുന്നുണ്ടല്ലോ സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്, അതേപോലെ തന്നെ ഡ്രഗ് അഡിക്റ്റ് ആണെന്നെല്ലാം. ഒരിക്കലും അങ്ങനെയുള്ള ഒരു പെണ്ണയല്ല സാറ. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ വേറെ എവിടെയും കിട്ടത്തില്ല എന്നാണ് ആ ഒരു ഫ്രണ്ട് തന്നെ പറയുന്നത്. ഇതെല്ലാം അവള് മരിച്ചതിന് ശേഷം വേറെ ആരോ പരത്തി വിട്ട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളാണ്. അതുപോലെ എപ്പോഴും നല്ല ചിരിച്ച മുഖത്തോടെ മാത്രം നടക്കുന്ന സാറ മരിക്കുന്നതിന് 1-2 ദിവസം മുന്നേ അധികം വേറെ ആരോടും അങ്ങനെ സംസാരിക്കുന്നില്ല. അവളുടെ മുഖത്തുള്ള ആ ഒരു ചിരി പോലും കാണാനില്ല. അവള് പഠിക്കാൻ പോകുന്ന മ്യൂസിക് ക്ലാസ്, ആർട്ട് ക്ലാസ് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് അതിനൊന്നും പോകാതെ ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലായിരുന്നു അവള്. എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവളെ കോൾ ചെയ്ത് നോക്കി, പക്ഷേ അവൾ ഒരിക്കലും ഫോൺ എടുത്തിരുന്നില്ല. അതുകൊണ്ട് അവള് മരിച്ച അന്നത്തെ ദിവസം അവളുടെ വീടിന് വെളിയിലുള്ള ഒരു കോഫി ഷോപ്പിൽ ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറെ കഴിഞ്ഞ് രാത്രി സമയത്ത് സാറയുടെ കാർ അവിടെ നിന്നും വെളിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടത്. കാറിനടുത്തേക്ക് ഓടിച്ചത് നോക്കുമ്പോഴത്തേക്കും കാർ ഓടിച്ചിരുന്നത് ഒരിക്കലും സാറ ആയിരുന്നില്ല, അതൊരു പയ്യനായിരുന്നു. അതുപോലെ ഇരുട്ടായതുകൊണ്ട് കാർ ഓടിച്ചു പോയവന്റെ മുഖം ഞാൻ നല്ല രീതിയിൽ കണ്ടില്ല, പക്ഷേ അവൻ കഴുത്തിൽ ഒരു സ്കാർഫ് ഇട്ടിരുന്നു എന്നുള്ള കാര്യം ആ ഒരു പയ്യൻ ഇപ്പോൾ നമ്മുടെ ഹീറോയിനോട് പറയുന്നതും ഹീറോയിൻ ഒരു കാര്യം മനസ്സിലാക്കാണ്. സാറയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവളുടെ വീട്ടിലെ വില കൂടിയ ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ആ ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുത്തത് ആ ഒരു സ്കാർഫ് ധരിച്ച ആ ഒരു പയ്യനായിരിക്കണം. അത്രയും വലിയൊരു പണക്കാരനായിട്ട് പണം വെച്ച് സാറയെ വശീകരിക്കാനായിട്ട് അവൻ ശ്രമിച്ചു കാണും. അതിനു വേണ്ടിയിട്ട് അവൾക്ക് വില കൂടിയ ഗിഫ്റ്റുകളെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ഒരു ഗിഫ്റ്റ് ഒന്നും ഒരിക്കലും അവൾ തുറന്നു നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് നാളായിട്ട് അവള് വളരെ വിഷമിച്ചിരുന്നത്. അവസാനം അവൾ അവനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ ഒരു ദേഷ്യം കാരണമായിരിക്കാം അവൻ സാറയെ കൊന്നത്. അത് കഴിഞ്ഞ് സാറയുടെ ശരീരം അവളുടെ കാറിൽ തന്നെ ഇട്ട് അവൻ ആ ഒരു കാറും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്തു. ഇതായിരിക്കാം ഒരുപക്ഷെ അന്ന് സംഭവിച്ചത് എന്ന് നമ്മുടെ ഹീറോയോട് പറയുന്നതും സത്യം പറഞ്ഞില്ല. അന്ന് ഒരുത്തൻ ആ ഒരു കാർ എടുത്തുകൊണ്ട് പോയല്ലോ സാറയുടെ. ആ ഒരു കാറ് പിന്നീട് ഒരിക്കലും ഇവർക്ക് ആർക്കും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നഷ്ടപ്പെട്ട കാറിനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാലേ ആ ഒരു കാർ കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും വിവരം കിട്ടുകയില്ലേ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഹീറോയിൻ ഒരു റിപ്പോർട്ടറായിട്ട് വേഷം കിട്ടി സാറയുടെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് അവളുടെ അമ്മയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് സാറയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസും ആൽബങ്ങളെല്ലാം എടുത്ത് നോക്കുന്ന സമയത്താണ് അതിലൊരു പേജില് സാറ അവളുടെ കാറിനടുത്തായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ
കാണുന്നത്. അപ്പൊ ആ ഒരു കാറിന്റെ നമ്പർ നല്ലതുപോലെ കാണാൻ കഴിയുന്നതുകൊണ്ട് ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാറയുടെ അമ്മ കാണാതെ ആ ഒരു ഫോട്ടോയും എടുത്ത് സാറയുടെ അമ്മ അവിടേക്ക് വന്നിട്ട് തന്റെ മകളെ പറ്റിയുള്ള വിഷമങ്ങൾ ഇങ്ങനെ പറയണം. എന്താണെന്ന് വെച്ചാൽ തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് മരിച്ചതിന് ശേഷം അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്, അതേപോലെ തന്നെ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നെല്ലാം ആവശ്യമില്ലാതെ വാർത്തകളെല്ലാം പടച്ചു വിട്ടിട്ട് ഇവർക്ക് എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ആ ഒരു അമ്മ നല്ല രീതിയിൽ വിഷമിക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിഷമിച്ചതിന് ശേഷം സാറയുടെ അമ്മ സാറയ്ക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്ന ഈ സ്വീറ്റും അത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ബോക്സും അതിന്റെ മുകളിലാണെങ്കിൽ ഒരു നൂല് വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതെടുത്ത് അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കൊടുക്കാണ്. അങ്ങനെ അത് വാങ്ങി ഹീറോയിൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അടുത്തതായിട്ട് ആ ഒരു സ്കാർഫ് കെട്ടിയ ആവർത്തനുണ്ടല്ലോ അവൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിനും സാറയുടെ ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടല്ലോ അതങ്ങനെ എടുത്തിട്ട് അവൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ള കാര്യം ഓരോരുത്തരുടെയും പ്രൊഫൈല് ഓരോന്നായിട്ട് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇവര് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം നമ്മുടെ ഹീറോയിന്റെ കണ്ണിൽ പെടുന്നത്. സാറയുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഒരുത്തൻ മാത്രം നമ്മുടെ സാറയുടെ ഫ്രണ്ട് അല്ലാതെ മറ്റാരുടെയും ഫ്രണ്ട് ആയിട്ടില്ല. അതുമല്ലാതെ ഇവന്റെ പ്രൊഫൈലില് DP ആയിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതൊരു വീടിന്റെ ഫോട്ടോയാണ്. ഇവിടെയാണ് മറ്റൊരു കാര്യം, അവന്റെ പ്രൊഫൈലില് ഏത് വീടിന്റെ ഫോട്ടോയാണോ വെച്ചിരിക്കുന്നത് അതേ വീടിനടുത്ത് നിന്ന് നമ്മുടെ സാറ ഫോട്ടോ എടുത്തതായിട്ട് അവളുടെ പ്രൊഫൈലിൽ ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ അത് കാണുന്നതും സാറയുടെ ഫോട്ടോ അങ്ങനെ അവർ സൂം ചെയ്തിട്ട് അവളുടെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് കിട്ടിയിടം വരെ മാത്രമേ നീ എവിടെ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, അവളുടെ കണ്ണാടിയിൽ ഫോട്ടോ എടുത്ത അവിടെ തന്നെ കിട്ടും. അങ്ങനെ അതാരാണെന്ന് ഇവർ സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് സാറയുടെ ആ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ സ്കാർഫ് ധരിച്ച ആ ഒരുത്തനാണ് അവൻ. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, അവന്റെ മുഖം ഈ ഒരു ഫോട്ടോയിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ആളിവനാണ്, ഇവന്റെ പ്രൊഫൈലാണെന്ന് എന്തായാലും മനസ്സിലായി. അങ്ങനെ അത് വെച്ചിട്ട് ആളാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ആ ഒരു കിഡ്നാപ്പർ പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ഹീറോയിൻ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്ന രീതിയിൽ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാല് ഹീറോയിന്റെ മകൾക്ക് ബർഗർ കഴിച്ചു കഴിഞ്ഞാല് അത് അലർജിയാണ്. അതറിയാതെ ആ ഒരു കിഡ്നാപ്പർ എന്താ ചെയ്യുന്നത് വെച്ചാല് അവൾക്ക് ബർഗർ കഴിക്കാൻ കൊടുത്തിട്ട് ഇപ്പോ മകൾക്ക് അലർജിയായി, അതുകൊണ്ട് അവൾ ബോധമില്ലാതെ കിടക്കാണ് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചിട്ട് എടാ മരത്തിലെ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു, അവൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് എന്നോട് ചോദിച്ചിട്ട് കൊടുത്താൽ പോരായിരുന്നു എന്നെല്ലാം പറഞ്ഞേ. ശരി, അവൾക്ക് വേണ്ടിയുള്ള മെഡിസിൻ ഞാൻ കൊണ്ടുവരാം, നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറ എന്ന് പറയുമ്പോൾ അവൻ പറയും ഓ അത് വെച്ചിട്ട് എന്നെ കണ്ടുപിടിക്കാനുള്ള നിന്റെ അടവല്ലേ എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ പറയും എന്റെ മകളെ തട്ടിക്കൊണ്ട് പോയതും പോരാഞ്ഞിട്ട് ഇപ്പൊ അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥയായപ്പോ ഒരമ്മ എന്നുള്ള രീതിയിൽ അതിന് പോലും സഹായിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ നീ ആ ഒരു സ്ഥലം എനിക്ക് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസ് ഞാൻ ഒരിക്കലും വാദിക്കത്തില്ല എന്നിങ്ങനെ പറയുന്നതും അവനായാലും വേറെ നിവർത്തിയില്ലാതെ നമ്മുടെ ഹീറോയിനോട് ആ ഒരു സ്ഥലം പറഞ്ഞിട്ട് ശരി നീ വരുന്നെങ്കിൽ കൊള്ളാം, ഒറ്റയ്ക്ക് മാത്രമേ വരാവൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ആ ഒരു ലൊക്കേഷന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ തന്റെ മകൾക്കുള്ള ആ ഒരു മെഡിസിനും എടുത്ത് നേരെ ആ ഒരു കിഡ്നാപ്പർ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആളൊഴിഞ്ഞൊരു സ്ഥലമാണ്. അതുമല്ല അവിടെ ഒരു ചെറിയ വീടുണ്ട്. ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവൻ വളർത്തുന്ന ഒരു നായയും അതേപോലെ തന്നെ അവനാണെങ്കിൽ തലയിൽ ഹെൽമെറ്റ് എല്ലാം ഇട്ടിട്ട് മുഖം കാണിക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഹീറോയിന്റെ മകളെ അടുത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ തന്റെ മകളെ കാണുന്നതും ഹീറോയിൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി അടുത്തേക്ക് ചെല്ലുന്നതും ഇവിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അങ്ങനെ ഓടി ചെല്ലുന്നതും പെട്ടെന്ന് മറ്റൊരു സൈഡിൽ നിന്ന് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവൻ ചാടി കിഡ്നാപ്പറിന്റെ മുകളിലൂടെ വന്ന് വീണിട്ട് അവനെ പിടിച്ച് താഴെയിട്ട് അങ്ങനെയിട്ട് ഇടിക്കുകയാണ്. ആഹാ, ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഹീറോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന്. എന്തായാലും കിഡ്നാപ്പറിന്റെ നല്ല ഇടി പിടിച്ച് ആ കുഞ്ഞിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷോട്ട് പോകുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും മറ്റൊരു കാര്യം സംഭവിക്കുന്നു. അവൻ വളർത്തുന്ന ആ ഒരു നായ ഉണ്ടല്ലോ അത് വന്ന് നമ്മുടെ ഹീറോയെ പിടിക്കുന്നതും ആ ഒരു കിഡ്നാപ്പർ വീണ്ടും ഹീറോയിന്റെ മകളെ അവിടെ നിന്നും എടുത്തോണ്ട് പോവാണ്. അയ്യോ, ഇതൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ തന്റെ മകളെ കൺമുന്നിൽ വെച്ചിട്ട് വീണ്ടും നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തില് ഹീറോയിൻ അങ്ങനെ ഇരിക്കുന്നതും ഇനിയിപ്പോ അവൻ പറഞ്ഞതുപോലെ അത് ചെയ്യാതെ വേറെ നിവർത്തിയില്ല. അങ്ങനെ ഈ ഒരു കേസിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഇടയ്ക്ക് വെച്ചിട്ട് സാറയുടെ ഫ്യൂണറൽ സമയത്ത് അവിടെ ഒരു വീഡിയോ എടുത്തിരുന്നു. ആ ഒരു വീഡിയോ ഹീറോയിൻ വീണ്ടും ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയിൽ നോക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ഫ്യൂണറൽ സമയത്ത് ആളുകളുടെ ഇടയിൽ ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്കാർഫ് ഇട്ട ആവർത്തനുണ്ടല്ലോ അവന് നിൽപ്പുണ്ടായിരുന്നു. അതുമല്ലാതെ അവന്റെ കൈ ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് ഈ ആശുപത്രികളിൽ പേഷ്യൻസിന് കയ്യിലിട്ട് കൊടുക്കുന്ന ഒരു ബാൻഡ് ഉണ്ട്, അത് അവന്റെ കയ്യിൽ കാണുന്നത്. അങ്ങനെ അത് സൂം ചെയ്തിട്ട് ആ ഒരു ബാൻഡ് ഏത് ഹോസ്പിറ്റലിലാണെന്ന് കണ്ടുപിടിച്ച് ഇവൻ ആ ഒരു ഹോസ്പിറ്റലിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ നേരെ അവിടേക്ക് ചെല്ലുന്നതും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൻ അതിനകത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൾ ആ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സുമാരെയും ബാക്കിയുള്ളവരെല്ലാം വഴിതെറ്റിക്കാൻ വേണ്ടി നേഴ്സുമാരുടെ റൂമിൽ എന്തോ ഒരു പുക കൊണ്ടിട്ടിട്ട് അവരുടെ എല്ലാവരെയും വഴി തെറ്റിച്ച് നേരെ അവന്റെ മുറിക്കകത്തേക്ക് കയറി ചെന്നിട്ടാണ് അവനോട് പറയുന്നത് ഇതെല്ലാം ചെയ്തത് നീയാണെന്ന് എനിക്കറിയാം, നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അതുമല്ല സാറ മരിക്കുന്ന ആ ഒരു ദിവസം നീ അവളുടെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ എന്താണ് സംഭവിച്ചത്, സത്യം എന്താണെന്ന് എന്നോട് പറഞ്ഞേ പറ്റൂ എന്നിങ്ങനെ ചോദിക്കുന്നതും അന്ന് നടന്ന കാര്യം അവൻ ഇങ്ങനെ പറയാണ്. അന്നത്തെ ദിവസം നമ്മുടെ സാറ ഈ കളിമണ്ണ് ഉപയോഗിച്ചിട്ട് എന്തോ ഒരു രൂപ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവനെ നമുക്ക് എന്തായാലും ലീ എന്ന് വിളിക്കാം. അപ്പോൾ ലീക്കാണെങ്കിൽ സാറ തന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യമെല്ലാം അവനറിയാം. എന്നിരുന്നാലും അവൾക്ക് വേണ്ടി വില കൂടിയ ഗിഫ്റ്റ് എല്ലാം വാങ്ങിയിട്ട് അവൾ എപ്പോഴാണ് ഇഷ്ടമെന്ന് പറയുന്നത് വരെ അവളുടെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുകയാണ്.
അതുമല്ല അന്നത്തെ ദിവസമാണെങ്കിലും അവൻ അവളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവളെ ഇന്ന് കറക്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ലീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ സാറ് കുടിക്കാൻ പോകുന്ന മദ്യത്തില് എന്തോ ഒരു മയക്കുമരുന്ന് കലക്കിയിട്ട് അവൾക്ക് ഇങ്ങനെ കുടിക്കാൻ കൊടുക്കും. എന്നിട്ട് ആ ഒരു മദ്യം അവനും കുടിക്കും. എന്നിട്ട് രണ്ടുപേരുടെയും ബോധം നഷ്ടപ്പെട്ട് ആ ഒരു ലഹരിയിൽ രണ്ടുപേരും നിൽക്കുമ്പോഴത്തേക്കാണ് അവൻ പ്രതീക്ഷിച്ചതുപോലെ ആ ഒരു ലഹരിയുടെ പുറത്ത് സാർ അവനോട് ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും. അതും കൂടി കേൾക്കുന്നതും ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്ന കാര്യം തന്നെയാണ് ഇന്നും പറഞ്ഞിട്ട് അവൻ അത്രയും സന്തോഷം. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവന്റെ ബോധം നഷ്ടപ്പെട്ട് പിന്നീട് അവന്റെ ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാല് അവന്റെ മുന്നിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സാറേനെയാണ് അവൻ കാണുന്നത്. അതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവന് ഓർമ്മ പോലുമില്ല. ഈ ഒരു വടുവനാണെങ്കിൽ ആ ഒരു ലഹരിയുടെ പുറത്ത് അവൻ സ്നേഹിച്ച സാറയെ തന്നെ കുത്തി കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ ഇത്രയും സത്യങ്ങൾ അവനിങ്ങനെ പറയുന്നതും ഓക്കെ അറസ്റ്റ് വാറന്റ് വാങ്ങിയിട്ട് വന്ന് ഇവൻ അറസ്റ്റ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പോയിട്ട് നേരെ തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആഹാ അവനെ അവിടെ കാണാനില്ല. കാരണം അവൻ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവനെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവന്റെ പിന്നിൽ വേറെ ആരോ നിന്ന് കളിക്കുന്നുണ്ട്. ആ ഒരാളാണ് ഇവരെ എപ്പോഴും രക്ഷിക്കുന്നത്. അങ്ങനെ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയിൻ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനില് നമ്മുടെ ഹീറോയിനോട് ഒരു പ്രോസിക്യൂട്ടർ അങ്ങനെ പറയുമല്ലോ കുറെ കാര്യങ്ങളെല്ലാം. അയാളുടെ ചീഫ് ആയിട്ടുള്ള ഒരാളുടെ മകനാണ് ലീ എന്ന് പറഞ്ഞിട്ട് ഈ ഒരുത്തൻ. അപ്പോൾ തന്റെ മകൻ ചെയ്ത ആ ഒരു തെറ്റി മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടും തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു രീതിയിലൊരു കളി കളിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ മതിയായിട്ടുള്ളൊരു തെളിവില്ലാതെ ലീ ആണ് കുറ്റക്കാരനെന്ന് കോടതിയിൽ പോയി പറയാനും കഴിയത്തില്ല. അത് പറയാനായിട്ട് ആ ഒരു ചീഫ് ആണെങ്കിൽ സമ്മതിക്കത്തുമില്ല. അപ്പൊ ഇവർക്ക് ഇനി ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ സാറയെ കുത്തിയ ആ ഒരു കത്തി വല്ല ആയുധം ഉണ്ടല്ലോ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അത് മാത്രമേ ഉള്ളൂ ഇനി ഒറ്റ തെളിവ്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ലീ ആണ് ഇതെല്ലാം ചെയ്തതെന്ന് ഇവർക്ക് കോടതിയിൽ തെളിയിക്കാൻ കഴിയും. അങ്ങനെ ഇനിയിപ്പോ അതെവിടെ പോയി അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും നടക്കുന്ന സമയത്താണ് നമ്മുടെ സാറയുടെ കാറ് കാണാതായെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു കാർ ഇപ്പോ ഈ പഴയ കാറുകളെല്ലാം കൊണ്ടുപോയി നശിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് തീ പിടിച്ച അവസ്ഥയിൽ കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ അറിയുന്നത്. നേരെ ആ ഒരു കാർ കിടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് പരിശോധിക്കുമ്പോഴത്തേക്കും അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കിട്ടത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അതിലുള്ളൊരു ഗ്ലാസ് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഇനി ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അത് അടുത്തുള്ള വലിയൊരു ടാർ പാട്ടയിലേക്ക് ഇങ്ങനെ ഇടുന്നതും ഈ ഒരു ഗ്ലാസ് ടാറിനകത്തേക്ക് മുങ്ങി പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ അത് കണ്ടിട്ട് എന്തോ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് ലീ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതില് സാർ അവളുടെ വീട്ടില് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു കളിമണ്ണ് വെച്ചിട്ട് എന്തോ ഒരു പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ അങ്ങനെ ഓർത്തിട്ട് ഇവർ രണ്ടുപേരും നേരെ സാറുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് സാറേ ആ ഒരു കില്ലർ അവൻ എങ്ങനെയായിരിക്കും കുത്തിയത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയെ വെച്ചിട്ട് അവളിങ്ങനെ ഡെമോ ചെയ്യാണ്. എന്നിട്ട് അവർ നടന്നു പോയിരിക്കുന്ന ആ ഒരു വഴിയെ തന്നെ കൈ ഇങ്ങനെ വീശുന്നതും ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് സാർ ആ ഒരു ശില്പം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുമല്ല ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ശില്പം താഴെ വീട് കിടക്കുന്നു. അന്ന് അവൾ കുഴച്ചത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് നനഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഇത്രയും ദിവസം കഴിഞ്ഞതുകൊണ്ട് ഇത് നല്ല ഇതിൽ ഉണങ്ങിപ്പിടിച്ചു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആ ഒരു ശില്പത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് അതെടുത്ത് അങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുന്നതും അതിനകത്താണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ സാറയെ കുത്താൻ ഉപയോഗിച്ച ആ ഒരു കത്തി ഉണ്ടല്ലോ. അന്നത്തെ ദിവസം ഇവർ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആ ഒരു കത്തി അവന്റെ കയ്യിൽ നിന്നും ഈ ഒരു ശില്പത്തിനകത്തായി പോയി. അതുകൊണ്ട് അവരത് ശ്രദ്ധിച്ചതുമില്ല. ആ ഒരു കത്തിയാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടുന്നത്. അങ്ങനെ എന്തായാലും രണ്ടുപേർക്കും ആ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് ഈ ഒരു കേസ് അവസാനിപ്പിക്കുക എന്നുള്ള സന്തോഷത്തില് രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് പെട്ടെന്നൊരു ട്രക്ക് എതിരെ വന്ന് ഇവരുടെ വണ്ടിയിലേക്ക് ഒരു ഒറ്റയിടി. ആ ഇടി കൊണ്ട് രണ്ടൊന്നും മറിയൊക്കെ മറിഞ്ഞിട്ട് പോയി. രണ്ടുപേരും രക്ഷപ്പെട്ട് കാറിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ രണ്ടുപേരുടെയും ബോധം നഷ്ടപ്പെടുന്നു. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ഈ കാർ മറ്റൊരു സ്ഥലത്ത് കിടക്കുന്നു. അതുമല്ല ഇവരെ രണ്ടുപേരെയും കാറിനകത്ത് നിന്ന് 2-3 പേര് വലിച്ചിങ്ങനെ വെളിയിലേക്ക് ഇടുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് ആരാണെന്ന് വെച്ചാല് ലീഡ് അച്ഛനായിട്ടുള്ള ചീഫ് ഉണ്ടല്ലോ അയാളായിരുന്നു. അതുമല്ല ഇയാൾ ഇവരുടെ മുന്നിൽ വെച്ചിട്ട് പറയുന്ന കാര്യമാണ് മൂവിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ കാണിച്ചു തരുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ബോധം തെളിഞ്ഞ നമ്മുടെ ലീ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും സാർ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇത് കാണുന്നത് താൻ എന്തോ തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കി അവൻ നല്ല രീതിയിൽ പേടിച്ചിട്ട് അവളുടെ ശരീരം എടുത്ത് അവളുടെ കാറിൽ തന്നെ ഇട്ട് അതും എടുത്ത് നേരെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് എനിക്ക് ഇതേപോലെ ഒരു തെറ്റ് പറ്റിയെന്നല്ല അവന്റെ അച്ഛനോട് പറയുന്നതും. അവന്റെ അച്ഛനാണെങ്കിൽ സമൂഹത്തിൽ അത്രയും വലിയൊരാള് തന്റെ മകൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് അവനെ നാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്റെയും കൂടി ലൈഫിനാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞ് അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതേപോലെ അടിച്ച് ഇനി എന്തായാലും തന്റെ മകനെ രക്ഷിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാളെ അങ്ങനെ വിളിച്ചിട്ട് ഇതേപോലെ എൻ്റെ ഒരു മകൻ ഇങ്ങനെ ഒരു സംഭവം നടന്നുപോയി, അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നീയാണ് നോക്കേണ്ടത് എന്ന് അയാളോട് പറയുന്നതും ആ ഒരു പോലീസുകാരൻ നേരെ സാറയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ലീ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി അവന്റെ വിരലടയാളം അതേപോലെ തന്നെ കാലിന്റെ പാടുകൾ ഇതെല്ലാം മായ്ച്ചത് ആ ഒരു പോലീസുകാരനായിരുന്നു. അങ്ങനെ ഒരു തെളിവ് നശിപ്പിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ കണ്ടല്ലോ അവന്റെ ഒരു ഫുട് പ്രിന്റ് അത് പാതിയിൽ മാത്രം നശിപ്പിച്ച് ബാക്കി ആള് നശിപ്പിക്കാനായിട്ട് വിട്ടുപോയി.
അതേസമയം ഈ ഒരു ചീഫ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ മകൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സാറയുടെ ശരീരത്തിൽ അവന്റെ വിരലടയാളവും മറ്റും കിട്ടാതിരിക്കാൻ വേണ്ടി അവളുടെ ശരീരം മുഴുവൻ ആൽക്കഹോൾ ഉപയോഗിച്ച് കഴുകി അവളുടെ ശരീരം അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി കുഴിച്ചിടുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു കാർ ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അത് കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തു. എന്തോ ഇവിടെ നല്ല സമയമായിരുന്നു. കൊല നടന്ന അന്നത്തെ ദിവസം ഡാനിയൽ എന്ന് പറഞ്ഞ അവനാണെങ്കിലും അവരുടെ വീട്ടിൽ വന്നതായിട്ട് ഏതോ ഒരു സാക്ഷി പറയുന്നതും അത് വെച്ചിട്ട് ഡാനിയലിനെ പിടിച്ച് എല്ലാ കുറ്റങ്ങളും അവന്റെ മണ്ടക്കിട്ട് അവനാണ് കൊലയാളി എന്ന് വരുത്തി തീർത്ത് അവൻ ഇതേപോലെ മരണശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതും നമ്മുടെ ഈ ഒരു ചീഫായിരുന്നു. അതുമല്ലാതെ ഇനി നമ്മുടെ ചീഫിന് വേണ്ടത് സാറയെ കൊന്ന ഒരു ആയുധം മാത്രമാണ്. അത് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നശിപ്പിച്ചു കഴിഞ്ഞാൽ ലിയെ പിടിക്കാനായിട്ട് ഇനി ആരെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ നിന്ന് ആ ഒരു കത്തി പോലെയുള്ള സാധനം അയാൾ അങ്ങനെ വാങ്ങിയിട്ട് അതും അവിടെ വെച്ച് നശിപ്പിച്ച് നമ്മുടെ ഹീറോയിനെയും ഇവരെ രണ്ടുപേരെയും കാറിനകത്ത് കെട്ടിയിട്ടിട്ട് കാറിന് വെളിയിൽ പെട്രോളെല്ലാം ഒഴിച്ച് അതങ്ങനെ കുറെ ദൂരം കൊണ്ടുപോയി ആ ഒരു കാറിന് തീയിട്ട് കൊടുക്കുന്നു. ആഹാ, ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല. അകത്തിരുന്ന നമ്മുടെ ഹീറോയിനും ഈ കാറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരെ കൊണ്ട് കഴിയുന്നില്ല. ചീഫ് അങ്ങനെ നോക്കി നിൽക്കുന്നതും രണ്ടുപേര് കാറിനകത്തിരുന്ന് പൊട്ടിത്തെറിയുകയും ചെയ്യുന്നു. അതോടെ എല്ലാം ഇവിടെ അവസാനിച്ചു. അതുമല്ല ഹീറോയിന്റെ മകളെ തട്ടിക്കൊണ്ട് പോയാനോ എല്ലാം പറഞ്ഞിട്ടുണ്ട് 5 ദിവസത്തിനകം ആ ഒരു ട്രയൽ തുടങ്ങുമെന്ന്. അതുമല്ല ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഈ 5 ദിവസത്തിനകത്തുമാണ്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോ കാണിക്കുമ്പോൾ 5ാമത്തെ ദിവസം ഡാനിയലിന്റെ ട്രയൽ വീണ്ടും ഇങ്ങനെ തുടങ്ങാണ്. കോർട്ടിൽ ഡാനിയലിന്റെ കേസിന്റെ ട്രയൽ ഇങ്ങനെ നടക്കാണ്. എല്ലാവരും അവിടേക്ക് വന്നു. എതിർഭാഗം വക്കീലും എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയിൻ മാത്രം അവിടെ ഇല്ല. ഇനി അവൾ എവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട് അവൾ ഇന്നലെ ചാമ്പലായി പോയി എന്നുള്ള രീതിയിൽ ആ ഒരു ചീഫ് അവിടെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കാണ് ജഡ്ജി ആണെങ്കിലും ഈ ഒരു കേസ് അവസാനിപ്പിച്ച് ഇത് ക്ലോസ് ചെയ്യാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ഡോറും തുറന്ന ഒരു വരവുണ്ട് നമ്മുടെ ഹീറോയിൻ. ഇതെവിടെ നിന്ന് വന്നെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ചീഫ് ആണെങ്കിലും അന്തം വിട്ട് കുന്തം വിഴുങ്ങി അവളിങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് എന്താണ് അവിടെ സംഭവിച്ചെന്ന് കാണിക്കുന്നത്. ഇവര് രണ്ടുപേരും കാറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഈ കാറിന്റെ സീറ്റ് എങ്ങനെയോ പുറകിലേക്ക് കൊണ്ടുവന്ന് അവന്റെ കൈ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഹീറോയിന്റെ കെട്ടുവഴിച്ച് ഇവർ രണ്ടുപേരും ആ ഒരു കാറിൽ നിന്നും കാർ പൊട്ടുന്നതിന് മുന്നേ തന്നെ ചാടി വെളിയിലേക്ക് ഇറങ്ങും. പക്ഷേ വെളിയിലേക്ക് വരുന്ന സമയത്ത് ഇവര് രണ്ടുപേരും വന്ന് വീഴുന്നത് അടുത്തുള്ളൊരു കുഴിയിലേക്കാണ്. അങ്ങനെ കുഴിയിലേക്ക് വീഴുമ്പോഴത്തേക്ക് ഈ ഒരു കാർ പൊട്ടിത്തെറിക്കുമ്പോൾ ആ ഒരു ചീഫ് ആണെങ്കിൽ ഇവര് രണ്ടുപേരും കുഴിയിലേക്ക് വീണത് കൊണ്ട് ഇവര് രക്ഷപ്പെട്ട കാര്യം കാണത്തുമില്ല. ഇവര് രണ്ടുപേരും മരിച്ചെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ എന്തായാലും ഇവിടെ ഇവിടേക്ക് വന്നു, അതൊന്നും ഒരു പ്രശ്നമല്ല. സാറയെ കൊന്ന ഒരു ആയുധം ഉണ്ടല്ലോ അതെന്തായാലും ഇയാളെ നശിപ്പിച്ചല്ലോ. അതുമല്ല അയാളുടെ മകൻ ലീ ആണെങ്കിലും മറ്റൊരിടത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവളെ എങ്ങനെ ഈ ഒരു കേസ് ജയിക്കും നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോ അതുകൊണ്ട് ഇവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ചീഫ് അങ്ങനെ ഇരിക്കുന്നതും നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും വന്നിരുന്നിട്ട് വാദം തുടങ്ങാണ്. എതിർഭാഗം വക്കീലാണെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ അതിനൊന്നും മറുപടി പറയാതെ അങ്ങനെ ഇരിക്കുകയാണ്. അവൾ എപ്പോഴാണ് സംസാരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കി എല്ലാവരും അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ വന്നതുപോലെ തന്നെ ആ ഒരു ഡോറും തുറന്ന് നമ്മുടെ ഹീറോ ചീഫിന്റെ മകനായിട്ടുള്ള ലീ ഉണ്ടല്ലോ അവനെ വിളിച്ച് നേരെ ഇതിനകത്തേക്ക് കൊണ്ടുവരും. ഇതും ആരും ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെ അവൻ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവനെ പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് നമ്മുടെ ഹീറോയിൻ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുമല്ല അവന് ദേഷ്യം വന്ന് അവന്റെ വാ കൊണ്ട് തന്നെ സത്യം പറയുന്ന രീതിയിൽ അവനെ വെറുപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വെറുത്ത് അവസാനം ആ ഒരു വടുവനാണെങ്കിലും സത്യം എല്ലാം വിളിച്ചു പറയും. ഇതേപോലെ സാറയെ കൊന്നത് ഞാനാണെന്നുള്ള കാര്യം അവനിങ്ങനെ വിളിച്ച് പറയുന്നതും എതിർഭാഗം വക്കീൽ പെട്ടെന്ന് ചാടി എഴുന്നിട്ടിട്ട് ഇതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ കഴിയത്തില്ല. കാരണം അവൻ പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാനേ കഴിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവനൊരു മാനസിക രോഗിയാണ്. അതിനുള്ള സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു പേപ്പറെല്ലാം കോടതിയിൽ കാണിക്കുമ്പോൾ ഇപ്പൊ ഹീറോയിൻ ഇത്രയും സംസാരിച്ചതും അവനെ കൊണ്ട് എല്ലാ സത്യങ്ങളും വിളിച്ച് പറയിപ്പിച്ചതും വെറുതെ ആയിപ്പോയി. അപ്പോഴേക്കും ഹീറോയിൻ വെറുതെ വിടോ, ഒരിക്കലും ഇല്ല. അവന്റെ അച്ഛൻ ഈ ഒരു കോർട്ടിൽ തന്നെയുണ്ട്, എനിക്ക് അയാളോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചീഫിനെ വിളിച്ച് നിർത്തി. മകനെ എങ്ങനെയാണോ വെറുപ്പിച്ചത് അതേപോലെ തന്നെ അയാളെയും വെറുപ്പിക്കുന്നതും. എന്നിട്ട് ഹീറോയിൻ ചോദിക്കും, നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ മകൻ മാത്രമല്ലേ ഉള്ളൂ, അത് സത്യമല്ലേ എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കൺഫേം ചെയ്തിട്ട് ഒരു 1.5 ടെസ്റ്റ് കൊടുക്കും. കോർട്ടിൽ അങ്ങനെ ഒരു പ്രൊജക്ടറിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ചീഫ് ഇന്നലെ ഇവരെ കൊല്ലാനായിട്ട് വരുന്ന സമയത്ത് ഇവരോട് എല്ലാ സത്യങ്ങളും അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതല്ലോ അതെല്ലാം ഇപ്പൊ വീഡിയോ ആയിട്ട് പ്ലേ ആവുന്നു. ചേടാ ഇതെങ്ങനെയാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ കയ്യിൽ അവളുടെ മകൾ യൂസ് ചെയ്തിരുന്ന ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു. അതിനകത്താണെങ്കിൽ ഒരു ചെറിയ ക്യാമറ ഉണ്ടായിരുന്നു. ഹീറോയിനെയും വിളിച്ച് താഴേക്ക് എടുത്തുന്ന സമയത്ത് ആ ഒരു വാച്ച് നമ്മുടെ ഹീറോയിനെ എടുത്ത് കാറിനടിയിലേക്ക് ഒളിപ്പിച്ചു വെച്ച് ഇവര് പറയുന്നതെല്ലാം അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു മണ്ടന്മാർ ഒരിക്കലും പ്രതീക്ഷിച്ചതുമില്ല. അങ്ങനെ അവസാനം ഈ ഒരു കേസിൽ നമ്മുടെ ഹീറോയിൻ ജയിക്കുകയും ചെയ്തു. സാറയെ കുത്താനായിട്ട് ഉപയോഗിച്ച ഒരു ആയുധം അതില്ലെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ല, ഇതാണ് ഏറ്റവും വലിയ തെളിവ്. അങ്ങനെ ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ട് തെറ്റൊന്നും ചെയ്യാത്ത നമ്മുടെ ഡാനിയലിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അതുമല്ല അതേ കോർട്ട് വിട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് ഏതോ ഒരുത്തൻ ചെയ്ത തെറ്റ് കാരണം ഒരു പെണ്ണ് മരിച്ചു. അവള് മരിച്ച ഉടനെ തന്നെ അവളുടെ ചുറ്റിനുള്ള ആ ഒരു സമൂഹം ആ ഒരു പെണ്ണിനെ ഏതൊക്കെ രീതിയിൽ മോശമാക്കി കാണിക്കാൻ പറ്റും ആ ഒരു രീതിയിലെല്ലാം അവളെ പറ്റി ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് പറഞ്ഞതൊന്നുമല്ല സത്യം, അവര് പറഞ്ഞ പോലെയുള്ള ഒരു പെൺകുട്ടിയല്ലാതെ എന്നുള്ള രീതിയിൽ സാറയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കിഡ്നാപ്പർ പറഞ്ഞതുപോലെ തന്നെ ഹീറോയിൻ ഡാനിയലിനെ എന്തായാലും വെളിയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞ കാര്യം അതേപോലെ തന്നെ ചെയ്യുകയും ചെയ്യും. ഹീറോയിന്റെ മകളെ
ഒരിടത്തൊരു പെട്ടിക്കകത്ത് സുരക്ഷിതമായിട്ട് തന്നെ ഉപേക്ഷിച്ച് ഹീറോയിന്റെ മകളെ അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാനിയലിനെ കാണിക്കുമ്പോഴത്തേക്ക് റിലീസായതിനു ശേഷം അവൻ നേരെ വീട്ടിലേക്ക് നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ഹീറോയിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ അതേ കിഡ്നാപ്പർ ഇപ്പൊ അവര് ഡാനിയലിനെ തട്ടിക്കൊണ്ടു പോവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാനിയൽ അങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ ഇപ്പോൾ വലിയൊരു ഗോഡൌണിനകത്ത് നിൽക്കുന്നു. ഇവിടെ വെച്ചൊരു ഒന്നൊന്നര ടെസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാല് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല, ചിന്തിച്ചു പോലും കാണുന്നില്ല. എന്താണെന്ന് കാണിക്കുമ്പോൾ ഡാനിയലിനെ തട്ടിക്കൊണ്ടുവന്ന ആ ഒരു കിഡ്നാപ്പർ അവിടെ നിൽപ്പുണ്ട്. അതേപോലെ തന്നെ മരിച്ചുപോയ സാറയുടെ അമ്മ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും സാറയുടെ അമ്മ ആ ഒരു കിഡ്നാപ്പറിനോട് പറയും, ശരി, നീ എനിക്ക് വേണ്ടി ചെയ്ത ജോലികളെല്ലാം കഴിഞ്ഞു. എന്നിട്ട് അവന് കാശും കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേ ആള് തന്നെയാണ് നമ്മുടെ ഹീറോയിന്റെ മകളെയും തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാറയുടെ അമ്മ പറഞ്ഞിട്ടാണ് ഹീറോയിന്റെ മകളെ അവൻ തട്ടിക്കൊണ്ട് പോയത്. ഷെടാ, ഇതെങ്ങനെ ശരിയാവും? ഇതിനു മുന്നേ എല്ലാം നമ്മുടെ ഹീറോയിൻ പോയി സംസാരിക്കുമ്പോഴത്തേക്കെല്ലാം അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു അമ്മ ഇങ്ങനെ മാറിയത്? അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് സാറയുടെ അമ്മ ഒരു വലിയ ചുറ്റിയിലെടുത്തോണ്ട് വന്നിട്ട് ഡാനിയലിനെ കെട്ടിയിട്ട് അവന്റെ കാലിന് നോക്കിയൊരു ഒറ്റയടി. അതുമല്ല, ഹീറോയിൻ മുഖേന ഡാനിയലിനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതും സാറയുടെ അമ്മയാണ്. അങ്ങനെ ഇവനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു രീതിയിൽ ഉപദ്രവിക്കാനായിട്ട് ഡാനിയൽ എന്താണ് ചെയ്തത്? ഈ ഒരു അമ്മ എന്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു അമ്മ പെട്ടെന്ന് അവരുടെ ഫോൺ എടുത്ത് ഡാനിയലിനെ നേരെ ഇങ്ങനെ നീട്ടുന്നു. അപ്പോഴേക്കും അതിലൊരു റെക്കോർഡ് ഓടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല്, മരിച്ചുപോയ സാറുണ്ടല്ലോ, അവള് മരിക്കുന്നതിന് മുന്നേ ഈ ഒരു അമ്മയ്ക്ക് അയച്ച മെസ്സേജ് ആണത്. അതിൽ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡാനിയൽ എന്നെ വെറുതെ വിട് പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവൾ അലറി വിളിക്കുന്ന ആ ഒരു ശബ്ദമാണ് അതിൽ കേൾക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് എന്താണ് സംഭവിച്ചതെന്ന് ഇങ്ങനെ കാണിക്കുന്നത്. സത്യത്തിലേ അന്നത്തെ ദിവസം സാറയുടെ വീട്ടിൽ നിന്ന് ആ ഒരു നായനെ കൊണ്ടുപോകാനായിട്ട് ഡാനിയൽ വീട്ടിലേക്ക് വന്നു. അതുമല്ല, ഡോർ തുറന്നു കിടക്കുന്നത് കൊണ്ട് അവനകത്തേക്ക് കയറി വരുമ്പോൾ സാറയും ലീയും ഇതിനു മുന്നേ തന്നെ ആ ഒരു മദ്യം കഴിച്ച് രണ്ടുപേരും മയങ്ങി കിടക്കുമായിരുന്നു. അതുമല്ല, ലീ ആണെങ്കിൽ അവളുടെ മുറിയിലും അവള് ഹാളിലെ ആ ഒരു സോഫയിലും കിടക്കുമ്പോഴത്തേക്കും ഇവൻ വന്നകത്തേക്ക് നോക്കുമ്പോൾ സാറ് ധരിച്ചിരിക്കുന്ന ആ ഒരു വസ്ത്രത്തിന്റെ രീതിയും ഇതെല്ലാം കണ്ടിട്ട് ഇവളാണെങ്കിൽ മയങ്ങിക്കൂടെ കിടക്കല്ലേ. അതുകൊണ്ട് ഇവൻ പെട്ടെന്ന് ആ ഒരു ചാൻസ് നോക്കി അവളെ റേപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും. അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ വിടോ, ഒരിക്കലും വിടത്തില്ല. അവളെ അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന വഴിക്ക് അങ്ങനെ നമ്മുടെ സാറയെ ഉപദ്രവിക്കുന്ന സമയത്താണ് അവൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അവളുടെ അമ്മയെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ആ ഒരു കോള് പോകുന്നുണ്ട്. പക്ഷേ വീണ്ടും അവളുടെ കൈ തട്ടിയിട്ട് ആ ഒരു കോള് കട്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടാമതൊരു തവണ കൂടി അവൾ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തവണ ആ ഒരു കോള് പോകുന്നില്ല. പകരം ഒരു വോയിസ് മെസ്സേജ് ആയിട്ടാണ് ആ ഒരു കോള് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സാറ കരയുന്ന ആ ഒരു ശബ്ദമെല്ലാം അവളുടെ അമ്മയ്ക്കും കേൾക്കാൻ കഴിഞ്ഞത്. അവള് സമ്മതിക്കാത്തത് കൊണ്ട് ആ ഒരു ദേഷ്യം കാരണം അടുത്തുള്ള ആ ഒരു കത്തി പോലെയുള്ള ആ ഒരു ആയുധം എടുത്തിട്ട് അവൾ കരഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിലും അവളെ വെറുതെ വിടാതെ അവൻ അവിടെ വെച്ച് കുത്തി കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവന് മനസ്സിലാവുന്നത് അവൻ എന്തോ ഒരു തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കി. അവൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് റൂമിനകത്ത് മയങ്ങി കിടന്ന ലീ ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് കട്ടിൽ നിന്ന് താഴേക്കൊന്ന് വീഴുന്നതും ഇത് കാണുമ്പോഴത്തേക്ക് വീടിനകത്ത് ആരും ഉണ്ടെന്ന് മനസ്സിലാക്കി ഡാനിയൽ ജീവനും കൊണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടുകയും ചെയ്യും. ഇവിടെ മരമാക്കറി ചിറക്ക ഇത്രയും കാര്യം ചെയ്തിട്ട് നല്ലവനെ പോലെ മൂവിയുടെ ആദ്യം മുതൽ അവസാനം വരെയും കാണുന്ന നമ്മളെ പരിചയം ഇരുന്നെന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യണം? അതുമല്ല, ആ ഒരു കത്തി കളിമണ്ണിന്റെ ഇടയ്ക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ ആ ഒരു കത്തി അതിനുള്ളിലേക്ക് കയറി പോകുന്നതാണ്. അതുകൊണ്ട് അവനത് കണ്ടുപിടിക്കാനും കഴിയത്തില്ല. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവനാണ് കൊലയാളിയെന്ന് മനസ്സിലാക്കി പോലീസ് ഇവന് മരണശിക്ഷ തന്നെ കൊടുത്താലും അതൊരിക്കലും ഈ ഒരു അമ്മയ്ക്ക് തന്റെ മകളെ അത്രയും വേദനിപ്പിച്ച് കൊന്ന ഇവനെ വെറുതെ അങ്ങനെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അതേ വേദന ഇവനെ സഹിച്ച് ചാവണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് അവന്റെ അമ്മ നമ്മുടെ ഹീറോയിൻ മുഖേന അവളുടെ മകളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഹീറോയിനെ വെച്ച് തന്നെ ഇവനെ പുറത്തിറക്കിയത്. അങ്ങനെ ആ ഒരു അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഡാനിയലിനെ അങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ പൊടിച്ചില്ലാമാക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് അവനെ ഇടാൻ വേണ്ടി കെട്ടിത്തൂക്കി ഇങ്ങനെ ഇടുന്നതും നമ്മുടെ സാറയുടെ അമ്മ പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ഹീറോയും ഇവിടേക്ക് വരികയാണ്. പക്ഷെ അവര് വന്നാലും ഇവനെ എന്തായാലും വെറുതെ വിടത്തില്ല. അവനെ കൊന്നിട്ട് ഇടങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു അമ്മ പെട്ടെന്ന് അവന്റെ മുകളിലേക്ക് ചാടിക്കയറി അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും വീട്ടുകാരനെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതുമല്ല, ഒരവസരത്തില് ആ ഒരു അമ്മയുടെ പിടി വിട്ട് അവര് പെട്ടെന്ന് താഴേക്ക് വീഴുന്നതും മൂർച്ചയുള്ള ഒരു കമ്പിയിലേക്ക് വന്ന് വീഴാണ്. അതേസമയം തന്നെ ഇവരുടെ മുന്നിലേക്ക് വന്ന് നമ്മുടെ ഹീറോയിൻ ഒരു കയറെടുത്തിട്ട് അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ നീട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ നമ്മുടെ ഹീറോയിൻ അവരെ കാണാൻ പോകുമ്പോൾ ഒരു പലഹാരം പൊതിഞ്ഞൊരു ബോക്സ് കൊടുത്തിരുന്നല്ലോ, അതിലിങ്ങനെ ഒരു കയറുണ്ടായിരുന്നു. അതേപോലെയുള്ള ഒരു കയറ് നമ്മുടെ ഹീറോയിന്റെ മകളെ കിട്ടുന്ന സമയത്ത് അവളുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോഴേ നമ്മുടെ ഹീറോയിന് മനസ്സിലായി സാറയുടെ അമ്മയായിരിക്കും ഈ ഒരു കാര്യം ചെയ്തതെന്ന്. അങ്ങനെ ഈ ഒരു കാര്യം ആ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും ആ ഒരു അമ്മ അവിടെ വെച്ച് മരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഡാനിയലിനെ കെട്ടടിച്ച് ഒരിടത്തേക്ക് ഇരുത്തിയിട്ട് ഹീറോയിൻ അങ്ങനെ പറയും, നിന്നെ കാണാനായിട്ട് വന്നപ്പോൾ എന്ത് നല്ലവനെ പോലെയാണ് നീ എന്റെ മുന്നിൽ അഭിനയിച്ചത്, എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ നീ ചെയ്തിരുന്നു എന്നിങ്ങനെ പറയുന്നതും അവനാണെങ്കിൽ ഹീറോയിനെ നോക്കി ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസ് ഇവിടെ അവസാനിച്ചു. അതേപോലെ തന്നെ അവളുടെ കയ്യിൽ ആ ഒരു തെളിവായിട്ടുള്ള കത്തി ഉണ്ടല്ലോ, അതും അവളുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് വെച്ചിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു വില്ലൻ ചിരി അവനെങ്ങനെ ചിരിക്കുന്നതും ഇവിടെയാണ് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. സത്യത്തിൽ ഹീറോയും
ആ ഒരു കാർ കത്തിപ്പിടിക്കുന്ന സമയത്ത് രക്ഷപ്പെട്ട് മാറിയിരുന്നല്ലോ. ആ ഒരു സമയത്താണെങ്കിൽ ചീഫും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു കത്തി നശിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ആ ഒരിക്കലും അത് യഥാർത്ഥ കത്തി ആയിരുന്നില്ല. കാരണം സ്റ്റാർട്ടിംഗ് സീനിലെ ആ ഒരു ഡോക്ടർ ഇവരെ കാണിക്കുമല്ലോ, ഇതുപോലുള്ള ഒരു ആയുധം ഉപയോഗിച്ചായിരിക്കാം സാറെ അവർ കൊന്നത് എന്നിങ്ങനെ പറഞ്ഞ് കാണിക്കുമല്ലോ. ആ ഒരു കത്തിയാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ കാറിനകത്ത് ആ ഒരു ഡാഷ്ബോർഡിൽ ഇടുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇവര് സാറയുടെ വീട്ടിൽ പോയിട്ട് യഥാർത്ഥ കത്തി കണ്ടുപിടിക്കുന്ന ആ ഒരു സമയത്ത് ഇവരെ ഫോളോ ചെയ്ത് ആരൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിൻ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കത്തി എടുത്തിട്ട് യഥാർത്ഥ കത്തി മാറ്റിവെച്ച് ആ ഡോക്ടർ കൊടുത്ത കത്തി ഉണ്ടല്ലോ അതിൽ ഈ രക്തമെല്ലാം തടവി അതാണ് അവളെ കൊല്ലാൻ ഉപയോഗിച്ച ആ ഒരു ആയുധം എന്നുള്ള രീതിയിലാണ് ആ ഒരു ചീഫിന് കൊടുത്തിരുന്നത്. അതറിയാതെയാണ് ആ ഒരു ചീഫ് ആ ഒരു കത്തി നശിപ്പിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഈ കോടതിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു യഥാർത്ഥ കത്തി ലാബിലേക്ക് കൊണ്ടുവിട്ട് അതിലുള്ള ഫിംഗർ പ്രിന്റ് ആരുടേതാണെന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഡാനിയലിന്റെ തന്നെ ഫിംഗർ പ്രിന്റ് ഉള്ള കത്തിയാണെന്ന്. അപ്പൊ തന്നെ നമ്മുടെ ഹീറോയിന് മനസ്സിലായിരുന്നു ഡാനിയലാണ് യഥാർത്ഥ കൊലയാളിയെന്ന്. പക്ഷേ സത്യം അറിഞ്ഞുകൊണ്ടാണ് മനഃപൂർവ്വം ഡാനിയലിനെ പുറത്താക്കാനായിട്ട് അതിനുശേഷം കോടതിയിലേക്ക് വന്ന് ഡാനിയലിനെ വെളിയിലേക്ക് കൊണ്ടുവന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ തന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡാനിയലിനെ പുറത്തിറക്കണമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ തന്റെ മകളെയും രക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവന്റെ മുന്നിൽ ആ ഒരു കത്തിയെടുത്ത് കാണിച്ചിട്ട് പറയും, മോനെ നിനക്കൊരു രക്ഷയില്ല, എന്ത് ചെയ്താലും നീ ഇനി രക്ഷപ്പെടത്തില്ല, നിനക്കുള്ള ശിക്ഷ കാത്തു തന്നെ ഇരിപ്പോണെന്ന് പറഞ്ഞ് ഈ ഒരു തെളിവ് വെച്ചുകൊണ്ട് പോലീസിനെ ഇവിടേക്ക് വിളിക്കുന്നതും പോലീസ് വന്ന് നമ്മുടെ ഡാനിയലിനെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ എന്തായാലും അവൻ ആ ഒരു മരണശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ സാറേനെയും സാറയുടെ അമ്മയെ അടക്കിയിരിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്. അവിടെ നമ്മുടെ ഹീറോയിൻ അവളുടെ മകളും വന്നിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നതും ഒരു ചെറിയ ഫ്ലാഷ് ബാക്കും കൂടി കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന്റെ മകളെ സാറയുടെ അമ്മ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം അവരുടെ മകളായിട്ടുള്ള സാറയെ പോലെ തന്നെയാണ് ഹീറോയിന്റെ മകളെ അവർ കണ്ടിട്ടുള്ളത്. ആ ഒരു രീതിയിൽ ആ ഒരു കുഞ്ഞിന് ഒരു കുഴപ്പവും വരാത്ത രീതിയിലാണ് അവർ നമ്മുടെ ഹീറോയിന്റെ മകളെ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ദിവസത്തെ ഒരു പാടില്ലായിരുന്നു. പിന്നീട് ആ ഒരു കുഞ്ഞ് തന്നെ ഈ ഒരു അമ്മയോട് നല്ല ഇതിൽ അടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നല്ല കൂട്ടുമായി. അതുമല്ലാതെ അവസാന ദിവസം ഹീറോയിന്റെ മകളെ തിരിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് ആ ഒരു കുഞ്ഞിനെ ഉറക്കി കിടത്താൻ വേണ്ടി ഉറക്ക മരുന്ന് കൊടുക്കണം. പക്ഷേ താൻ സ്നേഹിക്കുന്ന ആ ഒരു കുഞ്ഞിനെ എങ്ങനെ ഇത് കൊടുക്കും എന്നുള്ള രീതിയിൽ ആലോചിച്ചിരിക്കുമ്പോൾ ആ ഒരു മകൾ തന്നെ സ്വയം ആ ഒരു മരുന്ന് വാങ്ങി, ഇതൊന്നും കുഴപ്പമില്ല, നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മരുന്ന് സ്വയം കഴിച്ച് അതിനുശേഷം സാറയുടെ അമ്മ ആ ഒരു മകളെ ആ പെട്ടിയിലാക്കി ഹീറോയിന് കൊടുക്കുകയും ചെയ്യായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ചെറിയ ഫ്ലാഷ് ബാക്കും കൂടി കാണിച്ചിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് നടന്നു പോകുന്നതും നമ്മുടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടന്നതെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുവരെയും ബൈ.